ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഒരു ചുരിദാർ ടോപ്പിൻ്റെ വി നെക്ക് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതെന്നും നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബോഡി പാർട്ട് രണ്ടും വെട്ടിയെടുക്കുക. അതിനുശേഷം ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് വെട്ടാം. ഫ്രണ്ട് പീസിൻ്റെ കഴുത്തകലം 3 ഇഞ്ച് എടുക്കുക. അതുപോലെ തന്നെ കഴുത്തിൻ്റെ താഴ്ച 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കഴുത്തകലത്തിൽ നിന്ന് 1.25 ഇഞ്ചും കൂടെ വലത്തോട്ട് എടുക്കണം, ഷോൾഡർ സൈഡിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ 12 ഇഞ്ച് എടുത്തെടുത്ത് അവിടെ ഒരു 1.25 ഇഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു സ്ക്വയറിൽ ആദ്യം ഒന്ന് വരച്ചിടുക. 3 ഇഞ്ചിൻ്റെ അവിടെ മുതൽ താഴെ 12 ഇഞ്ചിൻ്റെ അവിടെ വരെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് 1.25 ഇഞ്ച് എക്സ്ട്രാ എടുത്തല്ലേ, അവിടെ മുതൽ താഴേക്ക് 1.25 ഇഞ്ച് എടുത്തത് വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ കോളർ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പീസ്. അപ്പോൾ ഇനി നമ്മൾ ആ 1.25 ഇഞ്ച് മുതൽ മുകളിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 1.25 ഇഞ്ച് എടുത്തല്ലോ, അവിടെ വരെ കട്ട് ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. അതും അതുപോലെ തന്നെ സെയിം, പക്ഷെങ്കിൽ കഴുത്തിൻ്റെ താഴ്ച മാത്രം നമ്മൾ 1/2 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ 1/2 ഇഞ്ച് 3.25 ഇഞ്ച് എടുത്തിട്ട് അടുത്ത 1.25 ഇഞ്ചും കൂടെ അങ്ങോട്ട് നമ്മൾ എക്സ്ട്രായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമ്മൾ വെട്ടി ഇനി രണ്ടും കൂടെ യോജിപ്പിച്ചു, 2 ഷോൾഡറും കൂടെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മൾ 3 ഇഞ്ച് വീതിയിലാണ് നമ്മൾ കോളറിനുള്ള തുണി വെട്ടിയെടുത്തിരിക്കുന്നത്. 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായി പോകും. ബാക്കിയുള്ള 2.5 ഇഞ്ച് 1.25 രണ്ട് സൈഡിലും 1.25 വെച്ചിട്ട് അത് നമുക്ക് കോളർ കവർ ചെയ്ത് വരികയും ചെയ്യും. ഇനി നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതൊന്ന് അടിച്ചെടുക്കാം. കോളറിൻ്റെ ഒരു സൈഡിൽ നിന്നും താഴെ നെക്കിൻ്റെ സൈഡിൽ നിന്നും ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡ് വരെയും നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്ത് നെക്കിൻ്റെ, അതായത് ഷോൾഡർ ഭാഗം വരുമ്പോൾ നമ്മൾ ഒന്ന് സൂചി കുത്തി നിർത്തി അവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് വേണം, കത്രിക കൊണ്ടൊരു കട്ടിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ താഴേക്ക് നമുക്ക് അടിച്ചു വരാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കോളർ നല്ല രീതിയിൽ തന്നെ അവിടെ ഇരിക്കും. നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡറിൻ്റെ അവിടെ യോജിപ്പിച്ചെടുത്ത് വേണം നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ കോളറിൻ്റെ പീസ് അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ നെക്കിൻ്റെ 2 ഭാഗത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ഈ കോളറിൻ്റെ പീസ് നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. ഇതേപോലെ തന്നെ കണ്ടോ, ഓരോ കട്ടിട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ഇതുപോലെ നമ്മളൊരു പിൻ ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിക്കണം. അപ്പം നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം എത്ര വേണമോ, 6 7 8 എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു 7-7.5 ഇഞ്ച് കഴുത്തിൻ്റെ താഴ്ച എടുക്കുന്നുണ്ട്. 12 ഇഞ്ചായിരുന്നല്ലോ നമ്മൾ കോളറിന് വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് 2ആയിട്ട് ഉള്ളൊരു പീസാണ്. അപ്പോൾ ഇതൊന്ന് 4 സൈഡും ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇതേപോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. പിന്നൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഇളകിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ നോക്കണം, നമുക്ക് കഴുത്ത് എത്ര വേണമോ, ഫ്രണ്ട് സൈഡ് ഒരുപാട് ഇറങ്ങിപ്പോകാതെ ഒരുപാട് കയറിപ്പോകാതെയും ഉള്ള രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത്രയും ഭാഗം നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് അടിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പ് ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട്, ബോട്ടവും തയ്ച്ചിട്ടുണ്ട്. അപ്പം ഈ വി കോളർ നെക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബൈ.